ഹെർണിയ എന്ന അസുഖത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വളരെ സാധാരണമായിട്ടുള്ള ഒരു അസുഖമാണ് ഹെർണിയ. നവജാത ശിശുക്കൾ മുതൽ പ്രായമുള്ളവരിൽ വരെ സാധാരണ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഹെർണിയ. വയറിലെ പേശികളുടെ ബലക്കുറവ് മൂലമോ അതല്ലെങ്കിൽ വയറിൽ നേരത്തെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടിയോ വയറിനുള്ളിലുള്ള കുടലും അതിൻ്റെ ഉള്ളിലുള്ള മറ്റ് കണ്ടൻറ്റുകളും വെളിയിലേക്ക് തള്ളി വരുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണയായി ഒരു പരിശോധനയിലൂടെ ഹെർണിയ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ അല്ലാതെ മറ്റ് എന്തെങ്കിലും ഒരു ചികിത്സയുണ്ടോ? ഹെർണിയ ഉണ്ടെങ്കിൽ അതിന് ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു ചികിത്സയും ഇല്ല എന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അത് ഒന്ന് സാധാരണ പോലെയുള്ള ഓപ്പറേഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവുണ്ടാക്കി അതിലൂടെ ചെയ്യുന്ന ഓപ്പറേഷൻ. അതല്ലെങ്കിൽ കീഹോൾ ഓപ്പറേഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം ഏകദേശം ഒന്ന് തന്നെയാണ്. കീഹോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്കവറി ടൈമും ബാക്കിയുള്ള എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് റെസ്റ്റേ മതിയാവുള്ളൂ. കീഹോൾ ഓപ്പറേഷനാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷനിൽ ഈ ബലക്ഷയം സംഭവിച്ച മസിലുകളെ ഒരു മെഷ് അല്ലെങ്കിൽ ഒരു നെറ്റ് വെച്ചിട്ട് അതിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കഴിവതും നേരത്തെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. കാരണം അസുഖം നീണ്ടു നിൽക്കും തോറും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുടലിന് തടസ്സം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ചെയ്യുന്നതിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലേക്ക് നമുക്ക് പോകേണ്ടി വരും. വളരെ ചെറിയൊരു ഓപ്പറേഷനിൽ കൂടി ഒരു ദിവസത്തെ അല്ലെങ്കിൽ അങ്ങേയറ്റം 2 ദിവസത്തെ ആശുപത്രി വാസത്തിൽ കൂടി ഈ അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാവുന്നതാണ്.